വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുന്നത് വീര്യം കൂടിയ മദ്യത്തിൻ്റെ ക്ഷണക്കത്താണ് എന്നാണ് അറിവുള്ളവരെല്ലാം പറഞ്ഞത്. അതോടെ അത് നിഷേധിക്കാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശനും കഴിയാതെയായിരിക്കുന്നു. അങ്ങനെ മദ്യനയത്തിൽ കിടിലൻ തീരുമാനമായി വരുന്നു എന്ന് പറഞ്ഞ സതീശൻ്റെ ഈ നീക്കം പാളിപ്പോയ മട്ടാണ്. അതായത് ഒട്ടേറെ കിടിലൻ തീരുമാനങ്ങളുമായി ആദ്യം തന്നെ കേരളത്തെ ഞെട്ടിച്ച വി.ഡി. സതീശൻ്റെ ജൈത്രയാത്രയ്ക്ക് മദ്യം തൊട്ടതോടെ വീര്യം കുറഞ്ഞു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ വിൽപ്പനയിൽ തിടുക്കത്തിലൊരു തീരുമാനമുണ്ടാകില്ല എന്നുറപ്പായി കഴിഞ്ഞു. UDFിൻ്റെ ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി മദ്യത്തിൽ തൊട്ടതോടെ അതോടുകൂടി അത് സതീശൻ്റെയോ അല്ല കോൺഗ്രസിൻ്റെയോ പ്രശ്നമല്ല, അത് UDFിൻ്റെ പ്രശ്നമായി മാറിയിരിക്കുന്നു. UDFിൻ്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് വളരെ വ്യക്തമായ ഒരു മദ്യനയമുണ്ട്. മദ്യം അവർക്ക് ഹറാമുമാണ്. മാത്രമല്ല സതീശൻ സർക്കാരിൻ്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ പാട്ടും പാടി നടക്കുന്ന പുതിയ കുറേ മതമേലധ്യക്ഷന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കും ഇപ്പോൾ ഒരു സമനില തെറ്റിയതുപോലെയാണുള്ളത്. കേരളത്തിൽ മദ്യം ഒഴുക്കുമ്പോഴും PM ശ്രീയിൽ രാത്രി പോയി ഒപ്പുവെക്കുമ്പോഴും പിണറായി വിജയനോട് പറയാത്ത അവർ BJP ഭരണത്തിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്ന് പറഞ്ഞ അവർ എല്ലാം ഇപ്പോൾ സതീശന് മൂക്കുകയറിടാൻ വേണ്ടി നടക്കുകയാണ്. അവരെയൊന്നും മൈൻഡ് ചെയ്തില്ലെങ്കിലും സാരമില്ല, സതീശനൊപ്പം എന്നും ഉണ്ടായിരുന്ന മുസ്ലിം ലീഗ് പറയുന്നത് കേൾക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ വിശദമായ ഒരു ചർച്ച നടത്താനാണ് ഇപ്പോൾ UDFിൻ്റെ തീരുമാനം. ഫിനാൻസ് ബില്ലിൽ നികുതി ഘടന വന്നാലും എക്സൈസ് കമ്മീഷണറുടെ പ്രത്യേക അനുമതിയില്ലാതെ വിൽപ്പന നടക്കില്ല എന്നാണ് വ്യക്തമാകുന്നത്. അതുകൂടാതെ എക്സൈസ് മന്ത്രി ലിജുവിന് ഇക്കാര്യത്തോട് തീരെ യോജിപ്പില്ല എന്ന് മുഖ്യമന്ത്രിയെ തന്നെ അറിയിച്ചതായിട്ടാണ് വിവരം. അതിൽ നല്ല തീരുമാനമാണ് എക്സൈസ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നും കേരളം സമ്മതിച്ചു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ ഘടകകക്ഷികളുടെ കൂടി നിലപാട് പ്രധാനമാണ്. മദ്യ നികുതി ഇളവ് വേണ്ടെന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. UDF യോഗത്തിൽ ലീഗ് നിലപാട് അറിയിക്കും. ലീഗിന്റെ നിലപാടിന് സതീശൻ കീഴടങ്ങേണ്ടി വരും. അങ്ങനെ ശക്തമായ ഒരു എതിർപ്പ് മൂലം മദ്യനയത്തിലെ അന്തിമ തീരുമാനം UDFിന് എന്ന് പറയുന്നുണ്ടെങ്കിലും മദ്യത്തിനെ കുറിച്ച് നിലപാടുള്ള ചില ഘടകകക്ഷികളും ഒപ്പം VM സുധീരനെ പോലെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമെല്ലാം ഉണ്ടാക്കുന്നത് ചെറിയ പ്രശ്നങ്ങളല്ല. അപ്പോഴും ഇതിൻ്റെ പേരിൽ വിവാദമായ നികുതി കുറക്കൽ ഇതുവരെ പിൻവലിച്ചിട്ടില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ വിൽപ്പന നികുതി എന്ന നിർദ്ദേശം പിൻവലിക്കാതെയാണ് മുഖ്യമന്ത്രി വിൽപ്പന അനുമതിയിൽ തീരുമാനം UDFിന് വിട്ടിരിക്കുന്നത്. അതും ചേർത്തിനി സർക്കാർ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. മതമേലധ്യക്ഷന്മാരടക്കം എതിരായതോടെയാണ് വിൽപ്പന അനുമതി UDFിനോട് തന്നെ തേടിയിരിക്കുന്നത്. U-ടേൺ എന്ന് തോന്നിപ്പിക്കുമ്പോഴും വിവാദമായ നികുതി ഘടന പിൻവലിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. UDF അനുമതി കിട്ടിയാൽ ബജറ്റ് നിർദ്ദേശിച്ച നികുതിയാകും ഇനി ചുമത്തുക എന്നതാണ് മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ വ്യക്തമാക്കിയത്. ഇനി നികുതി കുറച്ചത് അതേപടി അവതരിപ്പിക്കുന്ന ഫിനാൻസ് ബില്ലിൽ വന്നാൽ മദ്യക്കമ്പനികൾക്ക് അപേക്ഷയുമായി സമീപിക്കാം. നയം തീരുമാനിച്ചില്ല എന്ന് പറഞ്ഞ് സർക്കാർ നിരസിച്ചാൽ അവർക്ക് കോടതിയിലും പോകാം. അങ്ങനെ മൊത്തത്തിൽ മദ്യം തൊട്ട സതീശന് മാത്രമല്ല സർക്കാർ പുതുതായി രൂപീകരിച്ച UDFിന് തന്നെ ഒന്ന് പൂസായ അവസ്ഥയാണ് എന്ന് തന്നെ പറയേണ്ടി വരും.